ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കിഫ് ഹാലക്കും. അപ്പം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല എക്സാം ചൂടിലാണ് അല്ലേ? എക്സാം എങ്ങനെ പഠിക്കും, എങ്ങനെ ചെയ്യും? ടെക്സ്റ്റ് ബുക്കൊക്കെ ഇപ്പോഴായിരിക്കും നിങ്ങൾ തുറന്നു നോക്കുന്നത് അല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അപ്പോൾ തുറക്കുന്ന സമയത്ത് പഠിച്ചോനെ ഇതിപ്പോൾ അന്ന് ഓർമ്മ ഉണ്ടായിരുന്നല്ലോ, ഇന്നൊന്നും ഓർക്കാൻ പറ്റുന്നില്ലല്ലോ, ഇത് എന്തൊരവസ്ഥയാണ്, ഇത് പിന്നെ ഇതിൻ്റെ മീനിങ് എന്താണ്? അപ്പോൾ വേഗം ഫോൺ എടുക്കുന്നു, മിസ്സുമാർക്ക് മെസ്സേജ് അയക്കുന്നു, മിസ്സേ ഇതെന്താണ്? അപ്പോൾ മിസ്സ് അവിടുന്ന് എന്താടാ ഇത് അന്ന് പറഞ്ഞ അന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ദേഷ്യം പിടിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് സംഭവം അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഈ അറബിക് ഗ്രാമറിലെ കുഞ്ഞു മാർക്കുകളുണ്ട്, അത് മിസ്സാവാതിരിക്കാനുള്ള കുഞ്ഞു ട്രിക്കുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു കുഞ്ഞു കണ്ടന്റ് വീഡിയോ. ഓക്കെ, അപ്പോൾ മക്കളെ എല്ലാവരും അടിച്ച് പൊളിച്ച് തകർത്ത് എക്സാം എഴുതാനുള്ള സ്പിരിറ്റോട് കൂടി ഇതിന്റെ മുന്നിലിരിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഒരു കമന്റും ഒരു സബ്സ്ക്രൈബും അങ്ങോട്ട് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ മക്കളെ നമ്മൾ നേരെ ലൈവിലേക്ക് കിടക്കുകയാണ്, അല്ലെങ്കിൽ നേരെ ഈ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. യെസ്, അപ്പൊ ദേ ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്? മുഫ്രദ്, മുസന്ന, ജംഅ അല്ലെ? നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, പക്ഷെ നമ്മുടെ ഡൗട്ട് തീരാത്ത ഏരിയയും ഇത് തന്നെയാണ് അല്ലെ? കാരണം ക്വസ്റ്റ്യൻ പേപ്പറില് തലങ്ങും വിലങ്ങും ഒക്കെ എന്ത് ചെയ്യും, ചോദിക്കുന്ന, നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഗ്രാമർ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് നമുക്ക് ഒന്ന് ഈസി ആയിട്ട് പഠിച്ചിട്ട് വേഗം അങ്ങോട്ട് ഓടിച്ചാടി പോവാം. ഓക്കെ, അപ്പൊ മുഫ്രദ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മുഫ്രദ്? നമുക്കറിയാം അല്ലെ, ഏകവചനം, സിംഗുലർ ഫോം ആണ് മുഫ്രദ് എന്ന് പറഞ്ഞാൽ. ഇതൊരു പേനയാണ്, കലമുൻ അല്ലെ? കലമുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേന. എത്ര പേനയാണ്? ഒരു പേനയാണ്. എന്നാൽ മുസന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാണ്. രണ്ട് പേനയ്ക്ക് നമ്മൾ പറയുന്നതാണ് മുസന്ന. ഓക്കെ, ഇത് ഒരു പേനയേ ഉള്ളൂ, എന്നാൽ ഇതിന്റെ കൂടെ രണ്ട് പേന വന്നാൽ എന്താണ് മുസന്നയായി. ഇനി ജംഅ എന്ന് പറഞ്ഞാൽ മൂന്നോ അതിലധികമോ പേനകള്, അല്ലെങ്കിൽ മൂന്നോ അതിലധികമോ സാധനങ്ങൾ, വസ്തുക്കള്, അവയ്ക്കാണ് നമ്മൾ ജംഅ എന്ന് പറയാ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മുഫ്രദ്, മുസന്ന, ജംഅ. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. ഇനി നമ്മള് ഇതിനെ ഫിഅലിലേക്ക് കൊണ്ടുവരുമ്പോ എങ്ങനെയാണ് എഴുതുക? അതാണ് നമ്മൾ പറയുന്നത്. ഫിഅല് മാളി ഉണ്ട്, ഫിഅല് മുളാരി ഉണ്ട്. എന്താണ് ഫിഅല് മാളി? ഫിഅല് മാളി നമ്മൾ പറഞ്ഞതാണല്ലോ. യെസ്, ഫിഅല് മാളി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? യെസ്, ഫിഅല് മാളി എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ് ടെൻസ്. അതായത് ഇപ്പോ ഞാൻ എഴുതി അല്ലെ, എഴുതി, പറഞ്ഞു, ക്ലാസ് എടുത്തു, ഇതൊക്കെ എന്താണ്? കഴിഞ്ഞുപോയ ടെൻസുകളാണ്. അതായത് ഇപ്പോ ചെയ്ത് കഴിഞ്ഞ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വേഗം പറ. യെസ്. അതായത് മാലി, ഫിഅല് മാലി എന്ന് പറയാ, പാസ്റ്റ് ടെൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി മുളാരി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ മുളാരി എന്ന് പറയാം. ഇപ്പൊ മാം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അതെന്താണ്? ഫിഅല് മുളാരി ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഫിഅല് മുളാരിനെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? ഏത് രീതിയിലാണ് ഫിഅല് മുളാരിനെ മനസ്സിലാക്കുക നമ്മള്? യെസ്, വളരെ സിമ്പിൾ ആണ്. ഫിഅല് മുളാരി എന്ന് പറയുമ്പോൾ അതില് അത്തീന, അതല്ലെങ്കിൽ അനിയത്തി എന്ന് പറയുന്ന 4 വേർഡ്സ് ഏതൊക്കെയാണ്? 4ആണോ? നീ, യത്തി. യെസ്, 4 ഹർഫുകള് ഒരു വേർഡ്സിന്റെ മുന്നിൽ വന്നാൽ അതിനെയാണ് നമ്മൾ ഫിഅല് മുളാരി എന്ന് പറയാം. അതായത് എന്ന് പറയുന്ന ലെറ്റർ അക്തുബു ഫിഅല് മുളാരിയാണ്. അനിയത്തിന്റെ നൂന് ന. ഓക്കെ, ഞാനത് ഒരു എന്താ പറയാ, നിങ്ങൾക്കൊരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയതാണ് കേട്ടോ. അപ്പോ അലിഫ് ഹംസ എന്താണ്? അക്തുബു. പിന്നെ നൂന്, അനിയത്തിയുടെ നൂന്, നക്തുബു. പിന്നെ അനിയത്തിയുടെ യക്തുബു. അതേപോലെ തക്തുബു. കണ്ടോ? അപ്പൊ അനിയത്തി അല്ലെ? അനിയത്തി നോക്കിയേ, അലിഫ്, നൂന്, യാ, ത. ഈ ലെറ്റേഴ്സ് ഏതെങ്കിലും ഫിഅലിന്റെ മുന്നിൽ വന്നാൽ അവയാണ് നമ്മള് ഫിഅല് മുളാരി എന്ന് പറയണേ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നോക്കിയേ, ഇവിടെ നോക്കും മക്കളെ, ഫസ്റ്റിലുള്ള വേർഡ് നോക്കിയേ, യുഹിബ്ബു. യുഹിബ്ബു എന്ന് പറഞ്ഞാല് ഫിഅല് മാലിയാണോ ഫിഅല് മുളാരിയാണോ? നിങ്ങൾ പറ. നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫിഅല് മാലിയാണോ ഫിഅല് മുളാരിയാണോ? ഏതാണത്? യുഹിബ്ബു എന്ന് പറയുമ്പോൾ യെസ്, നമുക്കറിയാം യുഹിബ്ബു എന്ന് പറഞ്ഞാല് ഫിഅല് മുളാരിയാണ് അല്ലെ? ഫിഅല് മുളാരിയാണ്. കാരണം ഫിഅല് മുളാരി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എന്തുണ്ട്?
യാ ഉണ്ട്, അതല്ലെങ്കിൽ ത ഉണ്ടാവും, അതല്ലെങ്കിൽ അലിഫ് ഉണ്ടാവും, അതും അല്ലെങ്കിൽ നൂൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാ വന്നത്? യാ ആണ്. യുഹിബ്ബു അല്ലെ, യുഹിബ്ബു. അപ്പൊ യുഹിബ്ബു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ അല്ലെ, ഞാൻ യുഹിബ്ബു ഒരാള് ഇഷ്ടപ്പെടുന്നു അല്ലെ, ഒരാള് ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബാനി അല്ലെ, യുഹിബ്ബാനി എന്നാൽ രണ്ടായി അല്ലെ. പിന്നെ യുഹിബ്ബൂന കണ്ടോ, മൂന്നോ അതിലധികമോ ആൾക്കാരായി. കണ്ടോ, നോക്കിയേ, ആനി ഇവിടെ എക്സ്ട്രാ വന്നത് ഏതാണ്? അലിഫു നൂനും. ഇവിടെ എക്സ്ട്രാ വന്നത് ഏതാണ്? വാവു നൂനും. കണ്ടോ. നെക്സ്റ്റ് നോക്കിയേ, യദ്ഹബു പോകുന്നു. അവിടെ എത്ര ആളാ പോയത്? എത്ര ആളാ പോകുന്നത്? യെസ്, ഒരാളാണ് പോകുന്നത്. പിന്നെ യദ്ഹബാനി എത്ര ആളാ പോകുന്നത്? രണ്ടാള്. അപ്പോ ഫിഅല് മുളാരിയില് എന്താണ് വരിക? ആനിയാണ് വരിക. ആനി. ഫിഅല് മുളാരിയിൽ എന്താണ് രണ്ടാൾക്ക് വരുന്നത്? ആനി. ഫിഅല് മുളാരിയിൽ മൂന്നോ അതിലധികമോ ആൾക്കാർക്ക് വരുന്നത് ഏതാണ്? ഊനയാണ്. ഓക്കെ, ഊനയും ആനിയും ഓർത്തു വെക്കുക. ആനിയും ഊനയും ഫ്രണ്ട്സ് ആണ്. ആനി 2 ഫ്രണ്ട്സും ഊന എത്ര ഫ്രണ്ട്സും ആണ്? 3 ഫ്രണ്ട്സും ആണ്. മൂന്നോ അതിലധികമോ ഫ്രണ്ട്സും. ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഫിഅല് മുളാരിന്റെ ഫ്രണ്ട്സ് ആണ് ആനിയും ഊനയും. ഫിഅല് മുളാരി ഒന്നും 2 ഫ്രണ്ട്സിന് പറയാം ഫിഅല് മുളാരിയിൽ ആനി വരും. മൂന്നോ അതിലധികമോ ഫ്രണ്ട്സ് ഉണ്ടാവുമ്പോ എങ്ങനെയാ പറയാ? ഊനയും വരും. അപ്പൊ ആ രീതിയിൽ പഠിക്കാം. ഓക്കെ, ഇനി ഫിഅല് മാളി ആണെങ്കിൽ എങ്ങനെയാ വരിക? ഏത് രീതിയിലാ വരിക? നോക്കിയേ, ജലസ അല്ലെ, അതില് അൽഫോ നൂനോ യാ ഓ താ ഓ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോ വെറും ജലസ, ജീമാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ജലസ എന്ന് പറയുന്ന പദം ഒരാള് ഇരുന്നു അല്ലെ, ഒരാള് ഇരുന്നു അല്ലെ. യെസ്, അപ്പൊ ഒരാളാണ്. ജലസാ എത്ര ആളായിരുന്നത്? യെസ്, ജലസാ 2 പേരാണ് ഇരുന്നത്. ഇവിടെ കണ്ടോ, നൂനിനെ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. അല്ലെ, നൂനിനെ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. അപ്പൊ നോക്കിയേ, ജലസൂ കണ്ടോ, ഇവിടെയും നൂനിനെ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. അപ്പൊ ഫിഅല് മാളിയിലേക്ക് വരുമ്പോ മക്കളെ നൂൻ ഉണ്ടാവില്ല. ഫിഅല് മുളാരിയിൽ മാത്രമാണ് എന്തുണ്ടാവുക? നൂൻ ഉണ്ടാവുക. അപ്പൊ അത് നല്ലോണം മാമിന്റെ കുഞ്ഞുങ്ങൾ പഠിക്കണം. നല്ല പോലെ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ വൃത്തിക്ക് അത് പഠിച്ചു പോകണം. ഇനി അതിന് ശേഷം നോക്കിയേ, ഫഅല എന്ന് പറഞ്ഞാൽ ഫിഅല് മാളിയാണോ മുളാരിയാണോ? ഏതാണ്? ഫിഅല് മാളിയാണ്. യെസ്. അപ്പൊ ഇനി അടുത്തത് ഫഅല, 2 പേർ പ്രവർത്തിച്ചു അല്ലെ. അവിടെ നൂനിനെ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ഫഅലൂ എത്ര പേർ പ്രവർത്തിച്ചു? 3 അതിലധികമോ പേർ പ്രവർത്തിച്ചു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഫഅലൂന എന്ന് പറഞ്ഞില്ലല്ലോ, അത് എന്തുകൊണ്ടാണ് അവിടെ നൂനിനെ കട്ട് ചെയ്തത്? എന്തുകൊണ്ടാണ്? ശരിക്കും നമ്മള് യദ്ഹബൂന എന്ന് പറയുന്ന പോലെ ഫഅലൂന എന്ന് പറയണ്ടേ? അപ്പൊ എന്തുകൊണ്ടാ അങ്ങനെ പറയാത്തെ? യെസ്, അത് ഫിഅല് മാളി ആയതുകൊണ്ടാണ്. ഫിഅല് മുളാരിന്റെ കൂടെയാണ് നൂന് വരിക. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഫിഅല് മുളാരിന്റെ ഫ്രണ്ടാണ് ആനിയും ഊനയും. അതായത് 2 പേര്, ആനിയും ഊനയും ഫിഅല് മുളാരിന്റെ ഫ്രണ്ടാണ്. അവരുടെ കൂടെ നൂൻ ഉണ്ടാവും. എന്നാൽ ഫിഅല് മാളിന്റെ കൂടെ നൂൻ ഉണ്ടാവില്ല. വെറും ആ ഊ അത്രേ ഉള്ളൂ, നൂന് ഉണ്ടാവില്ല. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മാമിന്റെ കുട്ടികൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. യഫ്അലു, യഫ്അലാനി, യഫ്അലൂന. കണ്ടോ, അതിന്റെ ഫിഅല് മാളിയാണ് ഫഅല, ഫഅലാ, ഫഅലൂ. കണ്ടോ. അടുത്തത് യൽഅബു, യൽഅബാനി, യൽഅബൂന. കണ്ടില്ലേ? അപ്പൊ ഈ രീതിയിലാണ് എന്ത് വരുന്നത്? ഫിഅല് മാളിയെ നമ്മൾ സർഫാക്കുമ്പോഴും ഫിഅല് മുളാരിനെ നമ്മൾ സർഫാക്കുമ്പോഴും ആൻസർ വരുന്നത് ഇങ്ങനെയാണ്. ഇനി നോക്കിയേ, ഇനി നിങ്ങൾ പഠിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. എന്താണോ? കണ്ടോ, ഹുവ എന്ന് പറയുന്നത് ഇപ്പൊ ദാരിസുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ദാരിസുൻ. കാണുന്നില്ലേ നിങ്ങള്? ദാരിസുൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്നാണ്. വിദ്യാർത്ഥി, അതായത് പഠിക്കുന്ന വിദ്യാർത്ഥിക്കാണ് നമ്മൾ ദാരിസുൻ എന്ന് പറയാം. അതിന്റെ ഉള്ളില്, ആ ദാരിസുൻ എന്നുള്ള വേർഡിന്റെ ഉള്ളില് ഒരു ലമീർ ഉണ്ട്. ആദ്യം ലമീർ എന്താന്ന് പഠിപ്പിക്കണ്ടേ അല്ലെ. ലമീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു. മനസ്സിലായോ? ഇതാണ് ലമീർ. ഓക്കെ, അതായത് അവൻ, അവൾ, നീ, നിന്റെ എന്നൊക്കെ പറയൂലേ, ഇതിനെയാണ് നമ്മൾ ലമീർ എന്ന് പറയാം. ഓക്കെ, ദാരിസുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഹുവയുണ്ട്. അവൻ വിദ്യാർത്ഥിയാണ് അല്ലെ. ഹുവ ദാരിസുൻ ആണ്. മനസ്സിലായോ?
ക്ലിയർ ആണോ? മുഅല്ലിമുൻ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ എന്നാണ്. നമ്മൾ വെറുതെ മുഅല്ലിമു എന്ന് പറയോ? ഇല്ല, അവൻ അധ്യാപകനാണ്, അങ്ങനെയാ നമ്മൾ പറയാം അല്ലെ. അപ്പോ അവൻ അധ്യാപകനാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയുണ്ടാവുക? യെസ്, അവൻ, ഹുവ ആണ് അതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ലമീർ. ഓക്കെ, ഇനി ദാരിസാനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത്, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. യെസ്, ഹുവ എന്നുള്ളതിന്റെ, ദാരിസുൻ എന്നുള്ളതിന്റെ ഉള്ളിലുള്ളതാണ് ഹുവ. എന്നാൽ ദാരിസാനി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഹുമായാണ് അതിൻ്റെ ഉള്ളിലുള്ള, 2 പേരാണ് കേട്ടോ. ഇവിടെ ഒരാളാണ്. ദാരിസാനി എന്ന് പറയുമ്പോൾ എത്ര ആളാണ്? 2 പേരാണ് അല്ലെ. ദാരിസാനി കണ്ടോ, 2 പേര്. ഓക്കെ, ഇനി ഹും എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് പേർ അല്ലെ. ദാരിസൂന കണ്ടോ, അവിടെ എന്താണ്? ഒരുപാട് പേരാണ് വന്നത്. മറ്റേത് ഫിഅലിലാണ് കേട്ടോ, ഇത് ഏതിലാണ്? ഇസ്മിലാണ്. അടുത്തത് ഹിയ, അവൾ. ദാരിസത്തുൻ, എത്ര ആളാണ്? ഒരാളാണ് അല്ലെ. ഇവിടെ കുറേ പേരാണ്, ഇവിടെ 2 ആള്. ഇനി ഹുമാ, 2 സ്ത്രീകൾ അല്ലെ. ദാരിസത്താനി കണ്ടോ, ഇവിടെ ഏതാ എക്സ്ട്രാ ഒരു ലെറ്റർ കൂടി വന്നിട്ടുണ്ടല്ലോ. ഏത് ലെറ്റർ ആണ്? ത ആണ് അല്ലെ. ത എന്ന് പറയുന്ന ലെറ്റർ ആണ് അവിടെ കൂടി വന്നത്. അപ്പൊ നോക്കിയേ, ഹുമാ എന്ന് നമ്മള് ബോയ്സിനും പറയും ഗേൾസിനും പറയും. ഗേൾസ് പോയി എന്നും, അല്ലെങ്കിൽ അല്ല, ഗേൾസ് ഒരു കൂട്ടം, രണ്ട് ഗേൾസിനും 2 ബോയ്സിനും നമ്മൾ എന്ത് പറയും? ഹുമ എന്ന് പറയും. അടുത്തത് ഹുന്ന, ഒരുപാട് സ്ത്രീകൾ. ദാരിസാത്തുൻ കണ്ടോ, ഒരുപാട് സ്ത്രീകൾ കണ്ടോ. അപ്പൊ ഈ രീതിയിലാണ് മക്കളെ ലമീറിൽ വരുന്നത്, ഇസ്മിൽ വരുന്നത് അങ്ങനെയാണ്. അതിന്റെ ഉള്ളില് ഓരോ ഇസ്മിന്റെ ഉള്ളിലും ഓരോ ലമീറുകൾ ഉണ്ടാവും. ഓക്കെ, ഹുമ, ദാരിസത്താനി, ദാരിസാത്തുൻ കണ്ടോ, അതിന്റെ ഉള്ളിൽ ദാരിസത്താനി എന്ന് പറയുമ്പോൾ ഹുമയുണ്ട്, ദാരിസാത്ത് എന്ന് പറയുമ്പോൾ ഹുന്നയുണ്ട് കണ്ടോ. ആ രീതിയിലാണ് ലമീറുകള് വരുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ പഠിച്ചു വെക്കുന്നത് എന്തിനാണെന്നറിയോ? ക്വസ്റ്റ്യൻസ് വരുന്ന രീതി ഞാൻ പറഞ്ഞു തരാം ലാസ്റ്റ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കണ്ടോ, ഇവിടെ നോക്കിയേ, ഹുവ അവൻ, ദറസ പഠിച്ചു, യദുറുസു പഠിക്കുന്നു കണ്ടോ. ഹുമാ അവരൻ 2 പേര്, ദറസാ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, അവർ 2 പേര് പഠിച്ചു. യദുറുസാനി അവർ 2 പേർ പഠിക്കുന്നു അല്ലെ. യെസ്, പിന്നെ ഹും ഒരുപാട്, ഇതൊക്കെ ദറസൂ കണ്ടോ, യദുറുസൂന, ഇത് 2ന്റെ ഉള്ളിലുള്ള ലമീറാണ് ഹും. ദറസത്ത് എന്നുള്ളതിന്റെയും തദുറുസു എന്നുള്ളതിന്റെയും ഉള്ളിലുള്ള ലമീറാണ് ഹിയ. പിന്നെ ദറസത്താ, തദുറുസാനി, ഇതിന്റെ ഉള്ളിലുള്ള ലമീറാണ് ഏത്? ഹുമാ അല്ലെ. ദറസത്താ കണ്ടോ. ഹുന്ന എന്നുള്ളതിന്റെ ഉള്ളിലുള്ള ലമീറാണ് ദറസ്ന, യദുറുസ്ന കണ്ടോ. മക്കളെ, ഈ രീതിയിലാണ് ലമീറുകള് ഉള്ളിലുള്ള എന്ത് പറയാ ഫിഅലുകൾ എന്ന് പറയാട്ടോ. ഫിഅല് മാളിയിൽ എങ്ങനെയാണ് ലമീർ വരാ നോക്കിയേ. ദറസ എന്ന് പറഞ്ഞാൽ ഹുവ, ദറസാ അതിന്റെ ഉള്ളില് ഹുമ, ദറസൂ അതിന്റെ ഉള്ളിൽ എങ്ങനെ വരിക? ഹും. ദറസ്ത, ദറസ്ത്, ഹിയ, ദറസ്താ 2 പെൺകുട്ടികൾ അല്ലെ, അതായത് ഹുമ, ദറസ്ന, ഹുന്ന കണ്ടോ. അപ്പൊ ഇതിന്റെ ഒക്കെ ഉള്ളിൽ എന്താണ്? ഓരോ ലൊമീറുകൾ ഉണ്ട്. ആ ലൊമീറാണ് മാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ പഠിച്ചു വെച്ച് പോണം. കാരണം പാരഗ്രാഫ് തന്നിട്ട് നമ്മളോട് അതിൽ നിന്ന് ഫിഅല് മാലിനെ മുലാരിയിലേക്ക് മാറ്റൂ, ഫിൽ മുലാരിനെ മാലിയിലേക്ക് മാറ്റൂ എന്നൊക്കെ പറയും. അപ്പൊ അവിടെ ലമീറും ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ മാലിയും മുലാരിയും സെർഫാക്കുമ്പോൾ ഏത് രീതിയിലാണ് മാറുക അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഓക്കെ, ഇവിടെ നോക്കിയേ, ജസ്റ്റ് ഇവിടെ നോക്കിയേ. ഇനി എന്താണ് ഹുവ, ഹും എന്നൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ്. അതിനെ നമ്മൾ ഗേൾ ആക്കി മാറ്റുമ്പോൾ എങ്ങനെ വരും? ഹിയ എന്ന് വരും. പിന്നെ അവന്റെ എന്ന് പറയാൻ നമ്മൾ ഹു അല്ലെങ്കിൽ ഹി ആണ് ഉപയോഗിക്കുക. അവളുടെ എന്ന് പറയാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഹ എന്നാണ് ഉപയോഗിക്കുക. ഞാൻ അതിനൊരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ബോയ്സ് എങ്ങനെയാണ് എപ്പോഴും? അങ്ങനെയാ ബോയ്സ്, അവര് വലിയ എന്താ പറയാ, ചിരിക്കൊന്നുമില്ല അല്ലെ, ഭയങ്കര ഇതിലാണ് നിൽക്കുക. അപ്പൊ അവരെങ്ങനെ ഉണ്ടാവുക? യെസ്, ഹു 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 ആ ഒരു രീതിയിൽ, ആ ഒരു ടൈറ്റ് ഒരു സാധനം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, അതിനെന്തെന്നാ പറയാ, കുറച്ച് സ്ട്രോങ് ആയിട്ട് ടഫായിട്ടാണ് അവരിരിക്കുക. എന്നാൽ ഗേൾസ് ആണെങ്കിലോ ചിരിച്ചോണ്ട് എപ്പോഴും എല്ലാവരും കൂടെ അതിലിങ്ങനെ പോകുന്നവരും ഇപ്പുറത്തൂടെ പോകുന്നവരോടൊക്കെ ചിരിച്ചോണ്ടാണ് അവരുണ്ടാവുക. അപ്പൊ അവരെന്താണ് ഉണ്ടാവുക? യെസ്, ഹി 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 എന്നാണ് അവരുടെ ഉണ്ടാവുക കേട്ടോ. ഹി ഹി ഹി. അപ്പോ ഹി അല്ല, ഹ ഹ ഹ ഹ, മാറിപ്പോയതാണ്. ഹ ഹ ഹ എന്നാണ് പറയാ കേട്ടോ.
അപ്പോ എന്താണ് അവളുടെ എന്ന് പറയാൻ ഹയും അവന്റെ എന്ന് പറയാൻ ഹു ഹിയോ ആണ് ഉപയോഗിക്കുക കേട്ടോ. ഹു അല്ലെങ്കിൽ ഹി. ഓക്കെ, അപ്പോ നെക്സ്റ്റ് എന്താണ് അവരുടെ കുറേ പേരുടെ എന്ന് പറയാൻ എന്താ ഉപയോഗിക്കുക? ഹും എന്നാണ് ഉപയോഗിക്കുക കേട്ടോ. ഹും. ഗേൾസ് ആവുമ്പോ ഹുന്ന. ഓക്കെ, ഇനി കാ എന്ന് പറഞ്ഞാൽ നിന്റെ എന്നാണ്. അപ്പൊ ആരുടെയാണിത്? ബോയ് ആണോ ഗേൾ ആണോ? നിന്റെ എന്ന് പറയുമ്പോ ബോയിനോടാണോ ഗേളോടാണോ? യെസ്, കാ എന്ന് പറയുമ്പോ ബോയ് ആണ് ഇവിടെ പറയാ, കാരണം ഇവിടെ ഫതഹാണ്. കി എന്ന് പറയുമ്പോ ഗേൾ ആണ് പറയുന്നത്, കാരണം കെസറാണ്. ഓക്കെ, കാ കി. കാ എന്ന് പറഞ്ഞാൽ ഫതഹ്, കി എന്ന് പറഞ്ഞാൽ എന്താണ്? കെസറാണ്. കാ എന്ന് പറയുമ്പോൾ ബോയും കീ എന്ന് പറയുമ്പോൾ ഗേളും. ഓക്കെ, കലമുക്ക നിന്റെ പേന. ഒരു ബോയിയോട് പറയാണ്, എന്നാൽ അതൊരു ഗേളിനോട് പറയുമ്പോൾ എങ്ങനെയാ പറയാ? കലമുക്കി നിന്റെ പേന. ഓക്കെ, വിത്ത് റെസ്പെക്ട്. യാ. ഓക്കെ, അടുത്തത് അൻത. അൻതന്റെ മുന്നേ എന്തുണ്ട്? കും എന്നുണ്ട് അല്ലെ. കും എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ എന്നാണ് ഉപയോഗിക്കുക. കും. ഓക്കെ, അതായത് ബോയ്സിനോട് പറയുമ്പോൾ നമ്മൾ എന്താണ്? കും എന്നാണ് പറയാ. എന്നാൽ ഗേൾസിനോട് പറയുമ്പോ എങ്ങനെയാ പറയാ? കുന്ന എന്നാണ് പറയാ. ഓക്കെ, കുന്ന. ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസിനോട് പറയുമ്പോ നമ്മൾ കുന്ന എന്നാണ് പറയാ. ഓക്കെ, യെസ്. ഇനി അൻത നീ. അൻതി അതും നീ. അതായത് ഗേൾസിൽ നീ എന്ന് പറയുമ്പോ എന്താ വരിക? അൻതി. ബോയ്സിൽ നീ എന്ന് പറയുമ്പോ എന്താണ് വരിക? അൻത. ഓക്കെ, അൻതും നിങ്ങളുടെ എല്ലാവരുടെയും അല്ലേ. അതായത് എന്താ പറയാ? ബോയ്സിനോട് പറയുമ്പോൾ അൻതും പറയും, ഗേൾസിനോട് പറയുമ്പോൾ എന്ത് പറയും? അൻതുന്ന അല്ലെ. അവിടെയൊക്കെ നൂന എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇനി കാന ആയിരുന്നു. ഗേളിനോട് പറയുമ്പോ എങ്ങനെ പറയാ? കാനത്ത്. വെരി സിമ്പിൾ അല്ലെ. ബോയിനോട് കാന. യക്കൂനു അല്ലെ, ആകും അല്ലെ. ബോയിനോട് പറയുമ്പോ യക്കൂനു, ഗേളിനോട് പറയുമ്പോ തെക്കൂനു. കണ്ടോ? യാ പകരം താ വരും. മുബക്കിറൻ, മുബക്കിറത്തൻ. കണ്ടോ? താ കയറി വന്നുണ്ടോ? ദഹബ പോയി, ദഹബത്ത് അവൾ പോയി, യദ്ഹബു പോകുന്നു, തദ്ഹബു അവൾ പോകുന്നു. കണ്ടോ? അപ്പൊ ഈ രീതിയിലാണ് മക്കളെ ലമീറിലും ഫിഅലുകളിലും ഒക്കെ ഗേളിനെയും ബോയിനെയും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എഴുതാം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കിയേ. ഇവിടെ കണ്ടോ? ലാ ബാസിമ മക്കാന ബാസിം വക്തുബ് മഅ തബ്ദീലാത്തിൽ ലാസിമ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബാസിമിന്റെ സ്ഥാനത്ത് ബാസിമയെ ചേർക്കാൻ, ഗേൾ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോ കാന എന്നുള്ളത് എന്തായി മാറും? ആദ്യം തന്നെ ഗേൾ ആണല്ലോ, നമ്മളോട് ഗേളിനെയാണ് ആക്കാൻ പറഞ്ഞത്. അപ്പൊ കാന എന്നുള്ളത് എന്തായി മാറും? കണ്ടോ? ഇവിടെ കൂടെ കൊടുത്താണ്ടോ? കാനത്ത്. കണ്ടോ? കാനത്ത്. എങ്ങനെയാ വരുന്നത്? കാനത്ത്. ബാസിമത്തുൻ. ഇനി ദാരിസൻ എന്നുള്ളത് എന്തായി മാറും? ദാരിസത്തൻ. പിന്നെ നശീത്വൻ എന്നുള്ളത് എന്തായി മാറും? നശീത്തൻ. കണ്ടോ? കാരണം ഒക്കെ ഗേൾ ആയതുകൊണ്ട് താ കൂടി ചേർന്നു അല്ലെ. ഹുവ എന്നുള്ളത് എന്തായി മാറി? ഹിയ ആയി മാറി. ഹിയ. യദുറുസു എന്നുള്ളത് എന്തായി മാറി? തദുറുസു ആയി മാറി. കണ്ടോ? അപ്പൊ നോക്കിയേ മക്കളെ, അപ്പോ ഈ രീതിയിൽ എന്താണ്? ഫിഅലും മാറ്റം വരുത്തി, അതേപോലെ ലമീർ ഹുവ ഹുമ അല്ലെങ്കിൽ അൻത അൻതും എന്നുള്ള ആ ലമീറുകളിലും മാറ്റം വരുത്തി, അങ്ങനെ മൊത്തത്തിൽ മാറ്റം വരുത്തി എഴുതാൻ ഒരു പാരഗ്രാഫ് പോലെയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചിട്ട് പോയാലേ ഇത് എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിയേ, ബൈത്തിഹി എന്നുള്ളത് അവന്റെ വീട്ടിലാണ്. അപ്പൊ അവളുടെ വീട്ടിൽ ആക്കണമെങ്കിൽ എങ്ങനെയാണ്? ബൈത്തിഹ. കണ്ടോ? ബൈത്തിഹ. ഇനി അടുത്തത് അബൂഹു എന്ന് പറഞ്ഞാൽ അവന്റെ ഉപ്പ എന്നാണ്. ഇവിടെ കണ്ടോ? അബൂഹ അവളുടെ ഉപ്പ. കണ്ടോ? ഉമ്മുഹ അവളുടെ ഉമ്മ. കണ്ടോ? ആ രീതിയിലാണ് നമ്മൾ മാറ്റം വരുത്തുക. പിന്നെ ബാസിമത്വ ഇല ബൈത്തിഹ. ഇവിടെ കണ്ടോ? ബാസിം ഇല ബൈത്തിഹി എന്നുള്ളത് എന്ത് ചെയ്യുക? ബാസിമ ഇല ബൈത്തിഹ. കണ്ടോ? അവളുടെ വീട്ടിലേക്ക്. അടുത്തത് എന്താണ്? മഅഹു. മഅഹു എന്നുള്ളത് എന്തായി മാറും? മഅഹ അവളുടെ കൂടെ. കണ്ടോ? മഅഹ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഹു എന്ന് ബോയും ഹ എന്ന് ഗേളുമാണ് വരിക. മദ്രസത്തിഹ. ഇവിടെ എങ്ങനെ വരിക? മദ്രസത്തിഹി എന്നുള്ളത് മദ്രസത്തിഹ എന്നായി മാറി. പിന്നെ അബൂഹു അബൂഹ, ബാസിം ബാസിമ, അൻതി. കണ്ടോ? അൻത എന്നുള്ളത് എന്തായി മാറും?
കണ്ടോ, അൻത എന്നുള്ളത് അൻതി ആയി മാറും, അൻതി. അങ്ങനെ ഭയങ്കര സൂക്ഷ്മമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പരിശോധിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാന്, ഇതിന്റെ ആൻസർ എഴുതാന്. കാരണം ഇത് എനിക്ക് തോന്നുന്നു നല്ല മാർക്ക്, ഒരു 3 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരുന്നു. കാരണം അത്രയും പോർഷൻ ഇത് മാറ്റാനുണ്ട്. അപ്പൊ മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പാരഗ്രാഫിൽ ഇതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഫിഅലിനെ മാത്രം മാറ്റിയിട്ട് കാര്യമില്ല, പേര് മാത്രം മാറ്റിയിട്ട് കാര്യമില്ല. അതിൽ ലമീർ വരുന്നുണ്ടാവും, ആ ലമീറിനെയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ആ ലമീറിനെയും കൂടെ നിങ്ങൾ മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതേപോലെയുള്ള കാര്യമാണ്. ഫീഹ എന്ന് പറഞ്ഞാൽ അതിലുണ്ട്, ഫീഹി എന്ന് പറഞ്ഞാലോ അതിലുണ്ട് എന്നാണ്. പക്ഷെ ഫീഹ എന്ന് പറഞ്ഞാൽ അവളിലുണ്ട്, അല്ലെങ്കിൽ അതൊരു ഗേളിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ്. കാരണം ഹ വന്നിട്ടുണ്ട്. ഫീഹി എന്ന് പറയുമ്പോൾ ഒരു ബോയെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത്, ഒരു പുല്ലിംഗത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് പറയുന്നതാണ് അവനിലുണ്ട് എന്ന്. ലഹ അതിനുണ്ട്, അല്ലെങ്കിൽ അവൾക്കുണ്ട്. കണ്ടോ, അവൾക്കുണ്ട്. ലഹ അത് ലഹു അവനുണ്ട്, അല്ലെങ്കിൽ അതിനുണ്ട്. ഓക്കെ, പിന്നെന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണതാണ്. അമാമ, വറാഅ, തഹ്ത, ഫൗക, ഇൻദ, ബഅദ, അതൊക്കെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? യെസ്. പിന്നെന്താ, ഇതൊന്നും നമ്മളിപ്പോ നോക്കണില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാ പിന്നെ പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാമിന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചെഴുതുക. ഇതൊരു ചെറിയ മാർക്കിനുള്ള പോർഷൻ ചിലപ്പോ ഒറ്റവാക്കിൽ ചോദിക്കും, അതല്ലെങ്കിൽ ഇതേപോലെ പാരഗ്രാഫിലാണ് ചോദിക്കുക. അപ്പോ വെറുതെ ഇസ്മിനെയും ഫിഅലിനെയും മാത്രം ഗേളിൽ നിന്ന് ബോയിലേക്കും, ബോയിൽ നിന്നും ഗേളിലേക്കും മാറ്റിയാൽ പോരാ, അതിൽ വന്നിട്ടുള്ള ലൊമീറുകളെ അടക്കം നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ആ രീതിയിൽ ചേഞ്ച് ആക്കണം കേട്ടോ. അപ്പൊ മക്കളെ, എൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും നമ്മുടെ ഈ ഒരു കണ്ടന്റ്, ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ നമുക്കിനി ലൈവിൽ കാണാം. 10 മണിക്ക് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എല്ലാവരും ലൈവിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ഇരിക്കുക. കാരണം അടിപൊളിയായിട്ട് നമ്മൾ കണ്ടന്റ്, മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് കണ്ടന്റ് അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു പോകുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് എക്സാമിന് പഠിച്ച് അടിപൊളിയായിട്ട് എക്സാം എഴുതുക കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാ ലൈവിൽ കാണാം മക്കളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.